ഒരേ നമ്പറിൽ രണ്ട് ഇന്നോവ കാറുകൾ, ഒരെണ്ണം ടാക്സിയും മറ്റൊന്ന് അതേ നമ്പറിലുള്ള പ്രൈവറ്റ് വാഹനവും. ഈ രണ്ടു വാഹനങ്ങളും മോട്ടോർ വാഹന വകുപ്പിൻ്റെ പിടിയിലായി. കോട്ടയം പാമ്പാടി മീനടത്ത് നിന്നാണ് ഇന്നലെ രാത്രി ഈ രണ്ട് വാഹനങ്ങളും മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയിരിക്കുന്നത്. ഇത് KL 43A 1883 എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള ഒരു ടാക്സി വാഹനമാണ്. ഇതേ നമ്പർ തന്നെയാണ് തൊട്ട് സമീപത്തായി കിടക്കുന്ന ഒരു പ്രൈവറ്റ് വാഹനത്തിനും ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാഹനത്തിൻ്റെ നമ്പർ KL 43 1883. യഥാർത്ഥത്തിൽ ഇത് മറ്റൊരു രജിസ്ട്രേഷൻ നമ്പറിലുള്ള ഇന്നോവ കാറാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വ്യാജമായി നമ്പറുകൾ ഉപയോഗിച്ചതെന്നുള്ളത് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് വിശദമായി തന്നെ അന്വേഷിച്ചു വരികയാണ്. ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഈ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ രണ്ട് വാഹനങ്ങളും ഒരേ വീട്ടിൽ തന്നെയുള്ള രണ്ട് വ്യക്തികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. ഒരു വാഹനം പിതാവിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, മറ്റൊരു വാഹനം മകൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. മകൻ്റെ പേരിലുള്ള ടാക്സി ഇന്നോവയുടെ നമ്പറാണ് പിതാവിൻ്റെ പേരിലുള്ള സ്വകാര്യ വാഹനത്തിനും ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം കോട്ടയം സ്ക്വാഡാണ് ഇന്നലെ രാത്രി മീനടത്തെ വീട്ടിൽ നിന്നും ഈ രണ്ട് വാഹനങ്ങളും പിടികൂടിയത്. രണ്ട് വാഹനങ്ങൾ ഒരേ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് സർവീസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട പരാതിയിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ വാഹനങ്ങളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. ഇന്നലെ ഏകദേശം ഒരു 7 മണിയോടുകൂടി രണ്ട് വാഹനങ്ങളും മീനടത്തുള്ള ഒരു സ്ഥലത്ത് ഉള്ളതായിട്ട് അറിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരിശോധന നടത്തുകയും ഈ രണ്ട് വാഹനങ്ങളും കണ്ടെത്തുകയും അതിൽ ഒരേ നമ്പർ പ്ലേറ്റ് തന്നെയാണ് രണ്ട് വാഹനങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള ബോധ്യപ്പെടുകയും അതിലൊരു വാഹനത്തിൽ ടാക്സി വാഹനമായിട്ടുള്ള മഞ്ഞ ബോർഡിൽ ബ്ലാക്ക് ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തിട്ടുള്ള നമ്പറിൽ പ്രദർശിപ്പിക്കുകയും മറ്റു വാഹനത്തിൽ പ്രൈവറ്റ് നമ്പറായിട്ട് ഒരേ നമ്പർ തന്നെ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾ വാഹനം കസ്റ്റഡിയിലെടുത്ത് പാമ്പാടി പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുള്ളതാകുന്നു. ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. തുടർന്ന് ഈ വാഹനങ്ങൾ നേരത്തെ എന്തെങ്കിലും ക്രൈം പർപ്പസിനാണോ ഉപയോഗിച്ചിട്ടുള്ളതെന്നുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ക്രൈമുകൾ മുൻകാലങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള വാഹനമാണെന്ന് പരിശോധിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് ഞങ്ങൾ കൈമാറി കർശന നടപടിയിലേക്ക് എടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒരു വാഹനം പിതാവിൻ്റെ പേരിലും മറ്റൊരു വാഹനം മകൻ്റെ പേരിലുമാണല്ലേ? അതെ. നമ്പർ പ്ലേറ്റ് മാറ്റി വെച്ച വാഹനത്തിൻ്റെ ഉടമ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെയാണ്. ഈ നിലവിൽ വാഹനം പാമ്പാടി പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? പോലീസിൻ്റെ SHOയ്ക്ക് നമ്മൾ ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് നമ്മൾ സമർപ്പിക്കുന്നതായിരിക്കും. കർശന നടപടി ഉണ്ടായിരിക്കുന്നതാണ്. ടാക്സി വാഹനങ്ങളിൽ നമ്മൾ GPS ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്പർ വെച്ചുകൊണ്ട് തന്നെ പ്രൈവറ്റ് വാഹനം ഓടിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ക്രൈമിൽ ഈ വാഹനം പെടുകയാണെങ്കിൽ ഈ നമ്പർ വെച്ചിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ആക്ച്വലി ഈ വാഹനം ഉണ്ടായിരുന്ന യഥാർത്ഥ സ്ഥലമല്ല കാണിക്കുക. നമുക്കിപ്പോൾ GPS വെച്ചിട്ട് വാഹനം എവിടെയാണ് കിടക്കണമെന്നത് ട്രാക്ക് ചെയ്യാനും എവിടെ എത്തിയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള സംവിധാനമുണ്ട്. ആക്ച്വലി ഈ ടാക്സി വാഹനത്തിൻ്റെ നമ്പർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രൈവറ്റ് വാഹനം എന്തെങ്കിലും ക്രൈമിൽ ഉൾപ്പെടുന്ന സമയത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വാഹനം വീട്ടിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തോ ആയിരിക്കാം. അപ്പോൾ അത് മിസ്മാച്ച് വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ടാക്സിയിൽ വരുന്ന വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ടാക്സി വാഹനം ഓടിക്കുമ്പോൾ വരുന്ന ഇൻഷുറൻസിൽ വരുന്ന വ്യത്യാസങ്ങളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ മാറ്റം വരുത്തിയെന്നുള്ളത് ഞങ്ങളിത് പരിശോധിച്ച് വരികയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് പരിശോധനകൾ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കത് സമർപ്പിക്കാനായിട്ടുള്ളത്. കോട്ടയം പാമ്പാടി മേഖല കേന്ദ്രീകരിച്ച് കള്ള ടാക്സികൾ വ്യാപകമാണ് എന്ന ഏറെ നാളുകളായി പരാതി ഉയരുന്നതാണ്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് ശക്തമായ പരിശോധനകൾ ഇപ്പോൾ തുടരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോഴും വ്യക്തമാകാത്തൊരു കാര്യം, ഒരു ടാക്സി വാഹനത്തിൻ്റെ നമ്പർ എന്തിനാണ് പ്രൈവറ്റ് വാഹനത്തിന് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇതിൽ വിശദമായ പരിശോധനകളും അന്വേഷണങ്ങളും തുടരുമെന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നത്. ഈ രണ്ട് വാഹനങ്ങൾക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കോട്ടയം എൻഫോഴ്സ്മെൻറ്റ് RTO വ്യക്തമാക്കിയിട്ടുണ്ട്. കോട്ടയം പാമ്പാടിയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.